ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് റമദാൻ ഡേ 3. ഇന്ന് ഞാൻ 2 നല്ല റെസിപ്പീസാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണിത്, പാസ്ത റെസിപ്പി ചെയ്ത് കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു പാസ്തയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ച ആൾ കാണുമെന്ന പ്രതീക്ഷയോടെയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയോടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ മോമോസ് റെഡിയാക്കി എടുക്കാനുള്ള ഡോ റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാനിവിടെ 1/2 കപ്പിന് 4 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്, സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാം. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാസ്ത ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 8 മുതൽ 10 മിനിറ്റ് സമയം മതി ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി, കുറച്ച് വിനീഗർ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. പാസ്തയ്ക്ക് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സ്ട്രൈനറിലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാതിരിക്കും കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചിക്കന് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി ഡ്രൈ ആക്കി എടുക്കണ്ട. നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കണം കേട്ടോ. ഇനി നേരത്തെ പാസ്ത വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ ബാക്കി വന്നിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള മീഡിയം സൈസുള്ള 2 സവാള കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മളിതൊരു ബിരിയാണി മസാല ചെയ്തെടുത്തിട്ട് അതിനകത്താണ് പാസ്ത റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാസ്ത ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ചിക്കൻ പാസ്ത ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ നല്ലപോലെ വഴണ്ടി വരണം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 തക്കാളിയും ഒരു പച്ചമുളകും കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി തക്കാളി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല പൊടിയായി അരിഞ്ഞിട്ട് തന്നെ വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. വലിയ പീസായിട്ട് കിടക്കുമ്പോൾ ഈ ഒരു പാസ്തയിൽ അത് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇനി ഈ മസാല ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ
വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ഒരു പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ഈ ഒരു മസാലയ്ക്ക് പാസ്തയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഗരം മസാല കുറവായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്, കുറച്ച് വെറ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കഴിക്കാനാണ് ടേസ്റ്റ്. ഇതിൽ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ച ആൾ ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മോമോസിന് റെഡിയാക്കി എടുത്തിട്ടുള്ള മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കണം. ശേഷം ഇതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബോൾസൊക്കെ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസുള്ള സവാള ചോപ്പറിലിട്ടിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നീട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതും മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരൽപ്പം കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരൽപ്പം ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മൊമോസിലേക്ക് പല രീതിയിൽ ഫില്ലിങ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റായിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസിലേക്കും ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. മൊമോസ് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ അത് പല രീതിയിലും പല ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്താൽ മതി. എന്നിട്ട് മുകൾ വശം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഇത് മൊത്തത്തിൽ ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മോമോസും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒക്കെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ്. ഈ ഒരു പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മോമോസുകൾ ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക. ഒരു 4-5 മിനിറ്റ് സമയം മതി കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ട്രിപ്പ് മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ്. ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞാൻ ചിക്കൻ മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ താത്താൻ്റെ വക ചിക്കൻ ഷവർമ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ പാസ്ത മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഉണ്ട്. ഫ്രൂട്ട്സ് ആയിട്ട് വാട്ടർമെലനും ഓറഞ്ചും ഡേറ്റ്സും ഉണ്ട്. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ 3ാമത്തെ നോമ്പും നല്ല അടിപൊളിയായിട്ട് തന്നെ പൂർത്തിയാക്കാനായിട്ട് പറ്റി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.